എങ്ങനെയാണ് ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആവുക? അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ചില മാർഗ്ഗങ്ങളിലൂടെയൊക്കെ നിങ്ങൾ ആസ്ട്രോഫിസിസ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉയർന്ന സാലറിയും അതുപോലെ വലിയ അളവിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും ലഭിക്കുന്നതാണ്. എൻ്റെ പേര് വിഷ്ണു വാസുദേവ്. ഞാനൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു. നിലവിൽ ഞാൻ ആസ്ട്രോഫിസിക്സിൽ PhD ചെയ്യുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ ആസ്ട്രോഫിസിക്സുമായി ബന്ധപ്പെട്ട് 10ഓളം ശാസ്ത്ര പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ വഴി ഞാൻ ആദ്യം പറയാം. എങ്ങനെയാണ് ഞാൻ ആസ്ട്രോഫിസിക്സിലേക്ക് എത്തിച്ചേർന്നതെന്നും എൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നും. ബേസിക്കലി ഞാനൊരു എഞ്ചിനീയറാണ്. ഞാൻ ഇലക്ട്രോണിക്സിലാണ് BTech ചെയ്തത്. അതിനുശേഷം ഇലക്ട്രോണിക്സിൽ തന്നെ ഞാൻ MTechും ചെയ്തു. പിന്നീട് ദീർഘനാൾ ജോലി ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ആസ്ട്രോഫിസിക്സിൽ PhDക്ക് ജോയിൻ ചെയ്തത്. എൻ്റെ റിസർച്ച് മൾട്ടി ഡിസിപ്ലിനറി നേച്ചറുള്ള ഒരു റിസർച്ചാണ്. അതായത് ഞാൻ ഒരു മേഖലയിൽ മാത്രമല്ല റിസർച്ച് ചെയ്യുന്നത്. എൻ്റെ റിസർച്ച് പ്രോബ്ലത്തിൽ ഒന്നിലധികം മേഖലകൾ വരുന്നുണ്ട്. ബേസിക്കലി എൻ്റെ റിസർച്ച് പ്രോബ്ലം ആസ്ട്രോണമി അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ അത് സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു മേഖലയായ മെഷീൻ ലേണിംഗ് ആണ്. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സബ്സെറ്റാണ് മെഷീൻ ലേണിംഗ്. ഇനിയിപ്പോൾ സബ്സെറ്റ് എന്താണെന്നായിരിക്കും നിങ്ങളുടെ സംശയം. ഉദാഹരണത്തിന് നമുക്ക് ഒരു സെറ്റായിട്ട് സയൻസിനെ എടുക്കാം. ആ സയൻസിൻ്റെ ഉള്ളിൽ വരുന്ന സബ്സെറ്റുകളാണ് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉള്ളിൽ വരുന്നതാണ് മെഷീൻ ലേണിംഗ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല കുറി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ChatGPT പോലുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പല ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ഇമേജസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഇമേജ് തന്നെ സ്റ്റൈൽ ട്രാൻസ്ഫോർമേഷനിലൂടെ മറ്റ് പല ഇമേജുകളാക്കി മാറ്റുന്നുണ്ടായിരിക്കും. നിലവിൽ ജിബ്ലി എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ തന്നെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. AI ക്യാമറകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഹെൽമെറ്റ് ഇല്ലാതെയും സീറ്റ് ബെൽറ്റ് ഇടാതെയും ഒക്കെ പോകുമ്പോൾ നമ്മളെ പിടിക്കുന്നത് ഈ AI ക്യാമറയാണ്. ആ AI ക്യാമറയും AIയുടെ മേഖലയിൽ തന്നെ വരുന്നതാണ്. എന്നാൽ ഇതിനെയൊക്കെ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സുണ്ട്. AI ക്യാമറയെ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വരുന്ന ഒരാളെ പിടിക്കാനും അതുപോലെ ഹെൽമെറ്റ് ഇല്ലാതെ വരുന്ന ഒരാളെ പിടിക്കാനും വേണ്ടി അതിന് പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ChatGPTക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇമേജ് ജനറേറ്റിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ശരിക്കും ആ ആപ്ലിക്കേഷനെയല്ല, അവിടെയുള്ള മോഡലിനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് മെഷീൻ ലേണിംഗ്. നിലവിൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമൊക്കെ AI ബന്ധപ്പെട്ട് AI കോഴ്സുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരസ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. PPT ഉണ്ടാക്കാനും ജനറേറ്റീവായിട്ടുള്ള ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെയാണ് അതിൽ പഠിപ്പിക്കുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ സാധിക്കും, ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് എന്നൊക്കെയാണ് കോഴ്സിൻ്റെ വാഗ്ദാനം. AIയിലൂടെ നമുക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ PPT ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ജനറേറ്റീവായിട്ടുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിലൂടെയൊന്നും നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയൊന്നും സമ്പാദിക്കാൻ സാധിക്കുന്നതല്ല. ഒരു ചെറിയ ക്ലറിക്കൽ ജോലി മാത്രമേ നിങ്ങൾക്ക് അതിലൂടെ കിട്ടുകയുള്ളൂ. പക്ഷേ മെഷീൻ ലേണിംഗ് ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാൻ സാധിക്കും. ഒരുപാട് തൊഴിലവസരങ്ങളും ഉണ്ടാകുന്നതാണ്. AIയും മെഷീൻ ലേണിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാനായിട്ട് ഒരു ഉദാഹരണം പറയാം. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സമ്പാദിക്കാൻ സാധിക്കുമെന്നൊക്കെ പറയും. പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് എങ്ങനെ വണ്ടി ഓടിക്കാമെന്നാണെങ്കിലോ, അത് ശരിക്കും ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിൻ്റെ ജോലിയല്ല. വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ആ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ഉൽപ്പാദിപ്പിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നു എന്ന് മാത്രമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നതും ഇതുപോലെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നത് പോലെയാണ്. അതിലൂടെ നമുക്ക് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാൻ സാധിക്കുന്ന ജോലിയൊന്നും കിട്ടുകയില്ല. ഒരു ഡ്രൈവറിൻ്റെ ജോലി മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ പേഴ്സണലി നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ക്ലറിക്കലായിട്ടുള്ള ജോബുകൾ മാത്രം നമുക്ക് ചെയ്യാൻ സാധിക്കും. അതേസമയം ശരിക്കുമുള്ള ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ഓൾറെഡി ഉള്ള ഒരു ഡിസൈൻ ഉപയോഗിച്ചിട്ട് പുതിയ വാഹനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും.
അല്ലെങ്കിൽ ആ വാഹനങ്ങൾക്ക് വലിയ രീതിയിലുള്ള തകരാറുകൾ സംഭവിക്കുമ്പോൾ അത് ഡീബഗ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. അത് പഠിക്കണമെങ്കിൽ നമ്മൾ ശരിക്കും എഞ്ചിനീയറിംഗ് തന്നെ പഠിക്കണം. മെഷീൻ ലേണിങ്ങിലെ ഒരു എഞ്ചിനീയർ പഠിക്കുന്നതും ഇത്തരത്തിൽ പുതിയ ആപ്ലിക്കേഷനുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. ഇതിനു മുകളിൽ വരുന്നതാണ് ഒരു സയൻറ്റിസ്റ്റ്. സയൻറ്റിസ്റ്റ് ഓൾറെഡി ഉള്ള ഒരു ഡിസൈൻ ഉപയോഗിച്ചിട്ടല്ല പുതിയൊരു കാർ ഉൽപ്പാദിപ്പിക്കുന്നത്. പുതുതായിട്ട് ലോകത്താരും ഉണ്ടാക്കിയിട്ടില്ലാത്ത തരത്തിലുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സയൻറ്റിസ്റ്റ് നിർമ്മിക്കുന്നതാണ്. ആ ഡിസൈനിൽ നിന്നാണ് പിന്നീട് പുതിയൊരു വാഹനം ഉൽപ്പാദിപ്പിക്കുന്നത്. മെഷീൻ ലേണിങ്ങിൻ്റെ മേഖലയിലും ഇതേ കാര്യം തന്നെ ഉണ്ട്. മെഷീൻ ലേണിംഗ് സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് പുതിയൊരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കും. അതായത് ആരും ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ആർക്കിടെക്ചർ ഉണ്ടാക്കിയെടുക്കും. ആ ആർക്കിടെക്ചർ ഉപയോഗിച്ചിട്ട് പുതിയൊരു മോഡൽ ഉണ്ടാക്കും. ആ മോഡലിനെയാണ് പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആക്കിയിട്ട് മാറ്റുന്നത്. ആസ്ട്രോഫിസിക്സ് മേഖലയിൽ 10ഓളം ശാസ്ത്ര പ്രബന്ധങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്ത കാര്യം നിങ്ങളോട് പറഞ്ഞു. ആ ശാസ്ത്ര പ്രബന്ധങ്ങളിലൊക്കെ തന്നെയും ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മെത്തഡോളജി അത് മെഷീൻ ലേണിംഗ് ആണ്. മെഷീൻ ലേണിങ്ങിനെ ആസ്ട്രോഫിസിക്സ് മേഖലയിലേക്ക് ഞാൻ ഉപയോഗിച്ചിരിക്കുകയാണ്. അവിടുത്തെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്. ഈ 10ഓളം വരുന്ന മോഡലുകൾ അത് മുൻപാരും ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള മോഡലുകളാണ്. ഓൾറെഡി ആരെങ്കിലും ചെയ്തിട്ടുള്ള ഒരു മോഡലാണെങ്കിൽ അതൊരിക്കലും ഒരു പിയർ റിവ്യൂവറും അംഗീകരിക്കുകയില്ല. ആ പേപ്പർ വളരെ പെട്ടെന്ന് തന്നെ റിജക്റ്റ് ചെയ്യുന്നതാണ്. നൂതനമാണെന്ന് അല്ലെങ്കിൽ നൊവേലിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ പിയർ റിവ്യൂവേഴ്സ് നമ്മുടെ പ്രബന്ധം പബ്ലിഷ് ചെയ്യാനുള്ള നിർദ്ദേശം എഡിറ്റേഴ്സിന് കൊടുക്കുകയുള്ളൂ. എംടെക് കഴിഞ്ഞിട്ട് ആസ്ട്രോഫിസിക്സിൽ ഞാൻ PhD ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എങ്ങനെയാണ് ആസ്ട്രോഫിസിക്സിൽ തന്നെ എനിക്ക് PhDയിൽ അഡ്മിഷൻ കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞില്ല. എംടെക്കിന് ശേഷം കുറേയധികം നാൾ വർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ PhDക്ക് ജോയിൻ ചെയ്യുന്നത്. KTUവിൻ്റെ എൻട്രൻസ് എക്സാമിനേഷനാണ് അതിനുവേണ്ടി ഞാൻ അറ്റൻഡ് ചെയ്തത്. KTU എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ 150ഓളം വരുന്ന എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് അഫിലിയേഷൻ കൊടുക്കുന്ന ഒരു സർവകലാശാലയാണ്. കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റി എല്ലാ വർഷവും PhDക്ക് വേണ്ടി നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതാണ്. എംടെക് കഴിഞ്ഞവർക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ MSc ഫിസിക്സ് കഴിഞ്ഞവർക്കും MBA കഴിഞ്ഞവർക്കും അവരുടെ മേഖലയിൽ തന്നെ PhD ചെയ്യാനുള്ള അവസരം KTUവിലുണ്ട്. നിലവിൽ UGC നെറ്റ് ഉള്ളവർക്ക് KTUവിൻ്റെ റിട്ടേൺ എൻട്രൻസ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. നേരിട്ട് തന്നെ ഇൻ്റർവ്യൂവിലേക്ക് കടക്കാം. പക്ഷേ ഞാൻ 2022 എൻട്രൻസ് എക്സാം എഴുതിയത്. ആ കാലഘട്ടത്തിൽ UGC നെറ്റ് ഉള്ളവർക്കും KTUവിൻ്റെ റിട്ടേൺ എക്സാം നിർബന്ധമായിട്ടും എഴുതി പാസ്സാകേണ്ടതാണ്. എനിക്ക് 2015 തന്നെ, അതായത് ഞാൻ എംടെക് കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് UGC നെറ്റ് ക്ലിയർ ചെയ്യാൻ സാധിച്ചിരുന്നു. എംടെക്കും MScയും MBAയും ഒക്കെ ഉള്ള ആയിരക്കണക്കിന് ആളുകളാണ് റിട്ടേൺ എക്സാം അറ്റൻഡ് ചെയ്യുക. അതിൽ മിക്ക ആളുകളും ഏതെങ്കിലും കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആയിരിക്കും. കാരണം PhD ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് അസോസിയേറ്റ് പ്രൊഫസറും ഒക്കെ ആകാൻ സാധിക്കുകയുള്ളൂ. PhD അതിന് മസ്റ്റാണ്. അങ്ങനെ ഒരുപാട് പേര് എഴുതും. അതിൽ നിന്നും ഏകദേശം ഒരു 200-300 പേരെ മാത്രമാണ് ഇൻ്റർവ്യൂവിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഇൻ്റർവ്യൂവിൽ തന്നെ 2 സ്റ്റെപ്പുകളുണ്ട്. ഒരു സ്റ്റെപ്പിൽ നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. എംടെക് വരെ പഠിച്ചു വരുന്ന ഒരു വ്യക്തി ഏകദേശം ഒരു 75 സബ്ജക്റ്റോളം പഠിക്കുന്നതാണ്. അപ്പോൾ 75 സബ്ജക്റ്റിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കില്ല. നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതെന്ന് ചോദിക്കും. ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുക. രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മളോട് ചോദിക്കുന്നത് റിസർച്ച് പ്രോബ്ലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. നമ്മുടെ റിസർച്ച് ഏത് മേഖലയിലുള്ളതാണ്, എന്ത് പ്രശ്നത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്, അതിന് എന്തൊക്കെ മാർഗങ്ങളായിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ പോവുക, അത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. അവിടെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ആസ്ട്രോഫിസിക്സ് ചൂസ് ചെയ്യുന്നവർക്കായിരിക്കും. കാരണം അവരൊരു പക്ഷേ പഠിച്ചിട്ടുണ്ടായിരിക്കുക MSc ഫിസിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എംടെക് കമ്പ്യൂട്ടർ സയൻസോ ഇലക്ട്രോണിക്സോ ആയിരിക്കാം. അവർ ആക്കഡമിക്കലി ആസ്ട്രോഫിസിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. നമ്മളെക്കൊണ്ട് അത് സാധിക്കുകയില്ല എന്ന രീതിയിൽ പോലും അവർ ഒരു പക്ഷേ നമ്മളോട് സംസാരിച്ചു എന്ന് വരാം. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ആ ചോദ്യങ്ങളെയൊക്കെ നമ്മൾ നേരിടണം. ഈ ഇൻ്റർവ്യൂവിൻ്റെയും റിട്ടേൺ എക്സാമിൻ്റെയും അടിസ്ഥാനത്തിൽ വളരെ കുറച്ച് പേരെ മാത്രം PhD ചെയ്യാനുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. ആ ലിസ്റ്റ് വളരെ ചെറിയൊരു ലിസ്റ്റായിരിക്കും. 100-ൽ താഴെ മാത്രം, ഒരുപക്ഷെ ഒരു 60-70 പേർ മാത്രമായിരിക്കും ആ ലിസ്റ്റിൽ ഉണ്ടായിരിക്കുക. അതും പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളാണ്. അതിൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ, സിവിൽ, ഫിസിക്സ്, MBA അങ്ങനെ ഒരുപാട് ഡിസിപ്ലിൻസ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഡിസിപ്ലിനിലും
5 10 പേർ മാത്രമാണ് PhD ചെയ്യാനായിട്ട് യോഗ്യരായിട്ട് ഉണ്ടാവുക. അടുത്ത സ്റ്റേജിൽ നമ്മളൊരു ഗൈഡിനെ കണ്ടുപിടിക്കണം. KTUവിൽ ഗൈഡിനെ കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു ഘട്ടം. കാരണം വളരെ കുറച്ച് പേർ മാത്രമാണ് PhD ചെയ്യാൻ യോഗ്യരായിട്ട് ഓരോ വർഷവും വരിക. എന്നാൽ നമ്മുടെ ഗവൺമെൻറ് കോളേജുകളിൽ മാത്രം ഒരുപാട് ഗൈഡുകളുണ്ട്, അവർക്ക് ഒരുപാട് വേക്കൻസികളും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഗൈഡിനെ കണ്ടെത്താം. പക്ഷേ ആസ്ട്രോഫിസിക്സ് പോലുള്ള ഒരു മേഖലയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവിടെയും അല്പം ഡിഫിക്കൽറ്റി ഉണ്ട്. നിങ്ങൾ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതേ മേഖലയിൽ തന്നെ PhD ചെയ്യാനായിട്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ മറ്റൊരു മേഖലയാണ്, മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു റിസർച്ചാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ ഗൈഡിനെ നമ്മൾ കൺവിൻസ് ചെയ്യിക്കണം. എനിക്ക് ഈ മേഖലയിൽ റിസർച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അറിവുണ്ടെന്നും എന്നെക്കൊണ്ട് സാധിക്കുമെന്നും എൻ്റെ റിസർച്ച് പ്രോബ്ലം എന്താണെന്നുള്ളതിൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടെന്നും ബോധ്യപ്പെടുത്തണം. എനിക്ക് എൻ്റെ ഗൈഡിനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഒരു റിസർച്ച് സ്കോളറായിട്ട് എന്നെ അഡ്മിറ്റ് ചെയ്തു. എനിക്ക് എൻ്റെ ഗൈഡിനെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു കാരണമായത് ആസ്ട്രോഫിസിക്സിനോടുള്ള വർഷങ്ങളായിട്ടുള്ള എൻ്റെ താല്പര്യവും എൻ്റെ യൂട്യൂബ് ചാനലുമാണ്. കാരണം യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് അതിൽ വീഡിയോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് ശാസ്ത്ര പ്രബന്ധങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം 1500-ലധികം യൂട്യൂബ് വീഡിയോസാണ് ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുള്ളത്. അതിൽ 1000-ലധികവും ആസ്ട്രോണമി അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ തന്നെ നല്ലൊരു ശതമാനം ഏതെങ്കിലും ഒരു ശാസ്ത്ര പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക. എൻ്റെ റിസർച്ച് പ്രോബ്ലം തന്നെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ നിന്നും ആ വീഡിയോ ഉണ്ടാക്കാനായിട്ട് ഞാൻ വായിച്ചിട്ടുള്ള ശാസ്ത്ര പ്രബന്ധത്തിൽ നിന്നും കിട്ടിയതാണ്. ആ വീഡിയോയിൽ തന്നെ ഞാൻ പ്രത്യേകം അതിലെ പ്രോബ്ലംസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അൾട്രാഫൈൻ ഡ്വാർഫ് ഗാലക്സിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. PhD ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. നിങ്ങൾക്കും എൻ്റെ ട്രാക്കിലൂടെ തന്നെ ആസ്ട്രോഫിസിസ്റ്റ് ആവാനാണ് താല്പര്യമെങ്കിൽ ആസ്ട്രോഫിസിക്സുമായി ബന്ധപ്പെട്ട് ഞാനൊരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സ് എന്നാണ് ആ കോഴ്സിൻ്റെ പേര്. വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിസർച്ച് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിന് പ്രായപരിധിയൊന്നുമില്ല. പറ്റുമെങ്കിൽ ചെറിയ പ്രായം മുതൽ തന്നെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ആസ്ട്രോഫിസിക്സിനോടുള്ള താല്പര്യം വർദ്ധിക്കുന്നതാണ്. ശരിക്കും എങ്ങനെയാണ് ആസ്ട്രോഫിസിസ്റ്റ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെല്ലാം പുറമെ അതിൽ റിസർച്ച് വിത്ത് മീ എന്ന് പറയുന്ന ഒരു സെഷനുമുണ്ട്. അതായത് ഞാൻ എങ്ങനെയാണ് റിസർച്ച് ചെയ്യുന്നത്, ഒരു ശാസ്ത്ര പ്രബന്ധം എങ്ങനെയാണ് വായിക്കേണ്ടത്, അതിൽ നിന്നും ഒരു റിസർച്ച് പ്രോബ്ലം എങ്ങനെയാണ് കണ്ടെത്തുന്നത്, ആ റിസർച്ച് പ്രോബ്ലത്തെ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ വിശദീകരിക്കുന്നത്. അതിന് പുറമെ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് കൂടി തരുന്നുണ്ട്. അതൊരു ലിറ്ററേച്ചർ റിവ്യൂ ആണ്. ആ ലിറ്ററേച്ചർ റിവ്യൂ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോടൊപ്പം തന്നെ ഒരു ശാസ്ത്ര പ്രബന്ധം ഇൻ്റർനാഷണൽ ജേണലിൽ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുമുണ്ട്. അത്തരത്തിൽ 5 ശാസ്ത്ര പ്രബന്ധങ്ങൾ ആസ്ട്രോഫിസിക്സ് കോഴ്സ് നിലവിൽ ചെയ്യുന്ന ആളുകളോടൊപ്പം ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ 10 പേപ്പറുകളിൽ 5 എണ്ണം ഇത്തരത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ശാസ്ത്ര പ്രബന്ധങ്ങളാണ്. സ്കോപ്പസ് ഇൻഡെക്സ്ഡോ, സ്കൈ ഇൻഡെക്സ്ഡോ അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് സ്കൈ ഇൻഡെക്സ്ഡിലോ ഉള്ള ശാസ്ത്ര ജേണലുകളിൽ നമുക്ക് പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വലിയ ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ 5 ലക്ഷവും 6 ലക്ഷവും ഒക്കെ മാസം സ്റ്റൈപ്പൻഡ് വാങ്ങിക്കൊണ്ട് നമുക്ക് ആസ്ട്രോഫിസിക്സിൽ PhD ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റി ഓൾറെഡി അതേ മേഖലയിൽ തന്നെ ശാസ്ത്ര പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആളുകൾക്കായിരിക്കും മുൻഗണന കൊടുക്കുക. പക്ഷേ ഇത്തരത്തിൽ ബിരുദ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ബിരുദാനന്തര കാലഘട്ടത്തിൽ തന്നെ പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് കോമ്പറ്റീഷൻ ഇല്ലാതെ തന്നെ ഇത്തരത്തിലുള്ള ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. ഇത് ഒരു സെൽഫ് പേസ്ഡ് ലൈഫ് ടൈം വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. അതായത് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കംപ്ലീറ്റ്ലി ഇത് ഓൺലൈൻ ആയിരിക്കും. അതുപോലെ ഇതിന് ലൈഫ് ടൈം വാലിഡിറ്റിയും ഉണ്ട്. ഒരു പ്രബന്ധമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈഫ് ടൈമിൽ 10 20 പ്രബന്ധങ്ങൾ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് എന്നോടൊപ്പം മറ്റ് റിസർച്ചേഴ്സിനോടൊപ്പം പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. താല്പര്യമുള്ളവർ പരിശോധിക്കുക. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ മെയിലിലൂടെയോ എന്നോട് ചോദിക്കാവുന്നതാണ്.
അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, പരിശോധിക്കുക. ഞാൻ ഈ പറഞ്ഞതൊക്കെ കേട്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആസ്ട്രോഫിസിസ്റ്റ് ആവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തെറ്റി. ഒരു ആവറേജ് ആയിട്ടുള്ള വിദ്യാർത്ഥിക്കും ആസ്ട്രോഫിസിസ്റ്റ് ആവാനായിട്ട് സാധിക്കുന്നതാണ്. അതിലുള്ള താല്പര്യമാണ് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ടത്. ഞാനൊരു ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. ഞാനൊരു ആവറേജ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ് മാത്രമാണ്. ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു സ്റ്റുഡൻ്റാണ്. എന്നേക്കാൾ മിടുക്കരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മറന്നു പോകുന്നത് എൻ്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു. പക്ഷേ എൻ്റെ പഠന രീതിയിൽ ഞാൻ വലിയ മാറ്റങ്ങൾ വരുത്തി. നിമോണിക്സ് ഉപയോഗിച്ചിട്ട് പഠിക്കാനുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ രസകരമായിട്ടുള്ള ചില ഒബ്ജക്റ്റുകളാക്കി മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ കോഡുകളായിട്ട് മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചു. അത്തരത്തിലുള്ള കോഡുകൾ ഓർത്തു വയ്ക്കാൻ വളരെ രസവുമാണ്. നമുക്ക് ഒത്തിരി നാളത്തേക്ക് നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കുന്നതുമാണ്. വേണമെങ്കിൽ ഒരു പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന സകല കോണ്ടൻറ്റും നമുക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. 20 അക്കമോ 30 അക്കമോ ഒക്കെയുള്ള വലിയ സംഖ്യകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനും ആവശ്യമുള്ളപ്പോൾ അത് റീകോൾ ചെയ്യാനും സാധിക്കുന്നതാണ്. ലോകത്തിലുള്ള എത്ര ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ പോലും ഈ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. 25ഓളം മെമ്മറി ട്രിക്കുകളും മെത്തേഡുകളുമാണ് ഉള്ളത്. ഈ ട്രിക്കുകളും മെത്തേഡുകളും ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളയുടെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആസ്ട്രോഫിസിക്സിൻ്റെയും മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സിൻ്റെയും ലിങ്കുകൾ പരസ്പരം മാറിപ്പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സിൽ ആ 25 വീഡിയോസ് അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി അവസാനിക്കുന്നതല്ല ആ കോഴ്സ്. അതിനുശേഷവും നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ചിലപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ആ സ്റ്റഡി മെറ്റീരിയൽസിൽ എങ്ങനെയാണ് ഈ മെത്തേഡ്സ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതെന്ന് നേരിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നേരിട്ട് ആ മെത്തേഡുകൾ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് സ്വയം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ ആസ്ട്രോഫിസിസ്റ്റുകൾക്കും ഒരേ ജോബ് ഓപ്പർച്യൂണിറ്റിയും ഒരേ സാലറിയും അല്ല കിട്ടുന്നതെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്. ചില പ്രത്യേക കോഴ്സുകൾ പഠിച്ചതിന് ശേഷം PhD ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ PhDയിൽ പ്രത്യേക മെത്തഡോളജികൾ ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ തൊഴിൽ സാധ്യത ഉള്ളതാണ്. മെഷീൻ ലേണിങ്ങും ആസ്ട്രോഫിസിക്സും ഒരുമിച്ച് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ളത്. കാരണം അവർക്ക് ആസ്ട്രോഫിസിക്സ് മേഖലയിൽ മാത്രമല്ല IT സെക്ടറിലും വലിയ രീതിയിലുള്ള തൊഴിൽ സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആസ്ട്രോഫിസിക്സ് മേഖലയിൽ താരതമ്യേന തൊഴിൽ സാധ്യത കുറവാണ്. എന്നാൽ നിങ്ങൾ മെഷീൻ ലേണിംഗ് പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ, അതുപയോഗിച്ചിട്ടാണ് നിങ്ങൾ PhD ചെയ്തിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ MTechന് ശേഷം നിങ്ങൾ PhD ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് IT സെക്ടറിൽ കൂടി തൊഴിൽ കിട്ടുന്നതാണ്. IT സെക്ടറിൽ ഒരു മെഷീൻ ലേണിംഗ് സയൻറ്റിസ്റ്റായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആസ്ട്രോഫിസിക്സിൽ PhD ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സയൻറ്റിസ്റ്റിൻ്റെ ജോലി മാത്രമല്ല ചെയ്യാൻ സാധിക്കുന്നത്. മറ്റ് PhDകൾ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ തസ്തികയിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യം പ്രൊഫസറായിട്ട് കയറുകയല്ല, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആയിരിക്കും, പിന്നീട് അസോസിയേറ്റ് പ്രൊഫസർ, അതിനുശേഷം നിങ്ങൾക്ക് പ്രൊഫസർ ആകാനായിട്ട് സാധിക്കും. അങ്ങനെ നോക്കുമ്പോഴും മെഷീൻ ലേണിംഗ് പഠിച്ച ആളുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത ഉണ്ടാവുക. കാരണം ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രൊഫസറായിട്ട് കയറുന്നത് വളരെ പ്രയാസമാണ്. അതേസമയം കൂടുതൽ എഞ്ചിനീയറിംഗ് കോളേജുകളും യൂണിവേഴ്സിറ്റികളും സ്റ്റുഡൻസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ മേഖലയിൽ പ്രൊഫസറാകാൻ നിങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. കൂടുതൽ ശമ്പളം പ്രൈവറ്റ് കോളേജുകളിൽ പോലും ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു പ്രൈവറ്റ് കോളേജിൽ തന്നെ PhDക്ക് ശേഷം നിങ്ങൾ ഒരു അസോസിയേറ്റ് പ്രൊഫസറായിട്ടൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 60,000 70,000 ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സാലറി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതും നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആസ്ട്രോഫിസിസ്റ്റ് ആവാനുള്ള മറ്റൊരു മാർഗം രാജ്യത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള നാഷണൽ ലെവലിലുള്ള യൂണിവേഴ്സിറ്റികൾ പഠിക്കുക എന്നതാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും മികച്ച ഒരു യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ്, ട്രിവാൻഡ്രത്താണ്. ഇസ്രോയുടെ അല്ലെങ്കിൽ ISROയുടെ അണ്ടറിൽ വരുന്ന IIST അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജിയാണ്. അവിടെ ഒരു 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് MS MTech കോഴ്സ് ഉണ്ട്. ആദ്യത്തെ 3 വർഷങ്ങളിൽ നിങ്ങൾ പഠിക്കുന്നത് എഞ്ചിനീയറിംഗ് ആയിരിക്കും. ഫിസിക്സും ഇലക്ട്രോണിക്സുമാണ് പ്രധാനമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കുക, ഒപ്പം മാത്സും ഉണ്ടായിരിക്കും. അതിനുശേഷം 4-ാം വർഷം മുതൽ നിങ്ങൾക്ക് ആസ്ട്രോഫിസിക്സ് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എല്ലാവർക്കും ആസ്ട്രോഫിസിക്സ് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല.
അവിടെ പ്രധാനമായിട്ടും 4 കോഴ്സുകളാണുള്ളത്. ആ 4 എണ്ണത്തിൽ ഒരെണ്ണം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അക്കൂട്ടത്തിൽ ഒന്ന് ആസ്ട്രോഫിസിക്സ് ആണ്. IISTയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ പഠിച്ചിറങ്ങുന്ന ആളുകളെ നേരിട്ട് ഇസ്രോ അല്ലെങ്കിൽ ISRO അവരുടെ സയൻറ്റിസ്റ്റായിട്ട് ഇൻഡക്റ്റ് ചെയ്യുന്നതാണ്. മറ്റൊരു പ്രശസ്തമായ യൂണിവേഴ്സിറ്റി പൂനെയിൽ സ്ഥിതി ചെയ്യുന്ന അയൂക്ക അല്ലെങ്കിൽ ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ആണ്. അവിടെ നിങ്ങൾക്ക് ആസ്ട്രോഫിസിക്സിൽ PhD ചെയ്യാൻ സാധിക്കും. അതിന് MSc ഫിസിക്സ് തന്നെ പഠിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ MTech കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയാലും മതി. അല്ലെങ്കിൽ MSc മാത്സ് പഠിച്ചാൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. MSc മാത്സ് മാത്രമല്ല, വേറെയും ഓപ്ഷൻസ് ഉണ്ട്. MSc ഇലക്ട്രോണിക്സ്, MSc ഫോട്ടോണിക്സ്, അങ്ങനെ ഒരുപാട് ഡിസിപ്ലിനുകളിൽ നിന്നും ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റ് ഇതുപോലെ തന്നെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ സയൻസിലുമുണ്ട്. അവിടെയും ഇതേ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് PhD ചെയ്യാൻ സാധിക്കുന്നതാണ്. IIA അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്, അവിടെ ഇൻ്റഗ്രേറ്റഡ് MTech PhD ആണുള്ളത്. അതിന് പുറമെ PhD ഡയറക്റ്റ് ആയിട്ടും ചെയ്യാൻ സാധിക്കും. ഇൻ്റഗ്രേറ്റഡ് MTech PhD എന്ന് പറയുമ്പോൾ ആദ്യ വർഷങ്ങളിൽ നിങ്ങൾ MTech ആയിരിക്കും പഠിക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ഓൾറെഡി BTech ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ MSc ഇൻ ഫിസിക്സ്, MSc ഇൻ ഇലക്ട്രോണിക്സ്, MSc ഇൻ മാത്തമെറ്റിക്സ് ഉണ്ടായിരിക്കണം. ആ MTechൻ്റെ ആദ്യത്തെ 2 വർഷങ്ങൾക്ക് ശേഷം 3ാമത്തെ വർഷം സെലക്ട് ചെയ്ത കുറച്ച് ആളുകൾക്ക് PhD ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും PhD ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല. അതേസമയം നേരിട്ട് തന്നെ അവിടുത്തെ PhD പ്രോഗ്രാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി MTech, MSc തുടങ്ങിയ കോഴ്സുകളാണ് വേണ്ടത്. MTech എന്ന് പറയുമ്പോൾ അതിൽ കമ്പ്യൂട്ടർ സയൻസ് ആവാം, മെക്കാനിക്കൽ ആകാം, ഇലക്ട്രോണിക്സ് ആകാം, ഇലക്ട്രിക്കൽ ആകാം. ഇനി നിങ്ങൾ MSc കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ MSc ഇലക്ട്രോണിക്സ് ആവാം, MSc ഫിസിക്സ്, അതുപോലെ MSc മാത്സുകാർക്കും അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. IIAയിലെ ഇൻ്റഗ്രേറ്റഡ് MTech PhD ആണെങ്കിലും ഡയറക്റ്റ് PhD ആണെങ്കിലും അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഗേറ്റ് അല്ലെങ്കിൽ UGC നെറ്റ് വിത്ത് JRF ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ 28 വയസ്സിനുള്ള ഒരു പ്രായപരിധിയും അവർക്ക് ബാധകമാണ്. ചില IITകളിൽ അവിടുത്തെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആസ്ട്രോഫിസിക്സിൽ നിങ്ങൾക്ക് PhD ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിനുവേണ്ടി അവരുടെ വെബ്സൈറ്റിൽ നേരിട്ട് കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും, അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. ഉദാഹരണത്തിന് IIT ഡൽഹി, IIT മദ്രാസ്, IIT ഹൈദരാബാദിലൊക്കെ ആസ്ട്രോഫിസിക്സിൽ നിങ്ങൾക്ക് PhD ചെയ്യാം. നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലല്ല നിങ്ങൾ PhD ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ MSc പോലുള്ള ഒരു കോഴ്സിന് ശേഷമാണ് PhD ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ PhD മെത്തഡോളജിയിൽ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഡാറ്റ സയൻസ് പോലുള്ള മെത്തഡോളജികൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത താരതമ്യേന കുറവായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയും താരതമ്യേന കുറവായിരിക്കും. നിലവിൽ MSc പോലുള്ള ഒരു കോഴ്സിന് ശേഷം PhD ചെയ്തിട്ടുള്ള തൊഴിൽ കിട്ടാതിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ചുറ്റുപാടും തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ സാധാരണ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് ആണെങ്കിൽ പോലും മികച്ച രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് ശാസ്ത്ര പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരുപാട് വലിയ സാധ്യതകൾ ഉണ്ടായിരിക്കുന്നതാണ്. PhD എന്ന് പറയുന്നത് ഒരു ഡിഗ്രി പോലെ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പോലെയുള്ള ഒരു കോഴ്സല്ല. ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളിൽ നമുക്ക് ഒരുപാട് സബ്ജക്റ്റുകൾ കാണും. ആ സബ്ജക്റ്റുകൾ പഠിച്ച് എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ PhDയിൽ അങ്ങനെയല്ല. PhDയിൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് സബ്ജക്ട്സ് ഉണ്ട്. ആ സബ്ജക്ട്സ് പഠിച്ച് പാസ്സാകണം. അതിൽ കിട്ടുന്ന മാർക്കിന് വലിയ വാല്യൂ ഇല്ല, പക്ഷേ പാസ് മാർക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കണം. നമ്മൾ ഒരു സബ്ജക്റ്റ് ഫെയിൽ വല്ലതും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൈഫൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഫെലോഷിപ്പ് കട്ടാവും. പിന്നീട് നമുക്ക് ഫെലോഷിപ്പ് കിട്ടില്ല. അതിന് ശേഷമാണ് ശരിക്കും യഥാർത്ഥ പ്രോസസ്സ് അല്ലെങ്കിൽ പരീക്ഷണം ആരംഭിക്കുന്നത്. സയൻസ് മേഖല അല്ലെങ്കിൽ എൻജിനീയറിംഗ് മേഖലയാണെങ്കിലായിരിക്കും ഏറ്റവും കൂടുതൽ ടഫ്നെസ് ഉണ്ടാവുക. കാരണം അതൊക്കെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിസർച്ചാണ്. നമ്മൾ ചെയ്യുന്ന റിസർച്ചിന് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടായിരിക്കണം. മറ്റുള്ള ആളുകൾക്ക് ആ എക്സ്പെരിമെൻറ്റുകൾ വീണ്ടും ആവർത്തിച്ച് അത് റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പിക്കാനും സാധിക്കണം. മുൻപുണ്ടായിരുന്ന കണ്ടെത്തലിനേക്കാൾ മികച്ച രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് തരുന്ന കണ്ടെത്തലായിരിക്കണം. ആ കണ്ടെത്തൽ ഉണ്ടായതിന് ശേഷം അതിനെ ഒരു മികച്ച മാനുസ്ക്രിപ്റ്റ് ആക്കി മാറ്റണം. അതിൻ്റെ റിസൾട്ട് മികച്ച രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മുടെ എക്സ്പെരിമെൻ്റ് ഏറ്റവും മികച്ചൊരു എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ പോലും, റിസൾട്ട് ഏറ്റവും മികച്ച ഒരു റിസൾട്ട് ആണെങ്കിൽ പോലും, അത് വളരെ വൃത്തിയായിട്ട് തന്നെ ഒരു മാനുസ്ക്രിപ്റ്റ് ആക്കി മാറ്റിയാൽ മാത്രമേ ഒരു ജേണൽ അത് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ.
കോമ്പറ്റീഷനും വളരെ ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രശ്നമാണ്. ചില മേഖലകളിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പ്രബന്ധങ്ങൾ ആക്സെപ്റ്റ് ചെയ്യപ്പെടും. പക്ഷേ മെഷീൻ ലേണിംഗ് പോലുള്ള മേഖലകളിൽ പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യാനായിട്ട് വളരെ പ്രയാസമാണ്. കാരണം ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകം ആളുകൾ നിരന്തരമായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്ര മേഖലയാണ്. ഓരോ വർഷവും വലിയ വലിയ കണ്ടെത്തലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ അവരുടെ റിസൾട്ടുകൾ ഈ ജേണലുകളിൽ അയച്ചു കൊടുക്കും. അപ്പോൾ ഒരു വലിയ ഒരു കുത്തൊഴുക്ക് തന്നെയായിരിക്കും ഈ എഡിറ്റേഴ്സിന് ഈ കിട്ടുക. ആ കിട്ടുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രബന്ധങ്ങളിൽ നിന്നും വളരെ കുറച്ച് പ്രബന്ധങ്ങൾ മാത്രമാണ് ഓരോ ഘട്ടത്തിലും പ്രസിദ്ധീകരിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ എത്ര മികച്ച ഒരു കണ്ടുപിടുത്തമാണെങ്കിൽ പോലും റിജക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ റിജക്റ്റ് ആകുമ്പോൾ ആ റിജക്റ്റിലായത് എന്തുകൊണ്ടാണ്, അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെ കുറേ കൂടി മികച്ച ഒരു വർക്കാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നിരന്തരമായിട്ടുള്ള വെല്ലുവിളികൾ നമുക്ക് എപ്പോഴും നേരിടേണ്ടി വരുന്നതാണ്. 10ഓളം പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഒരുപാട് പ്രബന്ധങ്ങൾ പ്രത്യേകിച്ചും എൻ്റെ ഗവേഷണത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യ ഘട്ടങ്ങളിൽ മാത്രമല്ല, ഇടയ്ക്കും അതായത് എൻ്റെ കുറച്ച് പ്രബന്ധങ്ങൾ പബ്ലിഷായി വന്നതിന് ശേഷവും ചില പ്രബന്ധങ്ങളൊക്കെ റിജക്റ്റ് ആയിട്ടുണ്ട്. അത് പിന്നെയും വർക്കൗട്ട് ചെയ്ത് അതിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി മികച്ച രീതിയിൽ അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഞാൻ നിലവിൽ നിൽക്കുന്നത്. അങ്ങനെ റിജക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. എത്ര മികച്ച ഒരു സയൻറ്റിസ്റ്റ് ആണെങ്കിൽ പോലും പ്രബന്ധങ്ങൾ റിജക്റ്റ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൽ നമ്മൾ ഒട്ടും ഡിപ്രസ്ഡ് ആവേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ഈ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് തന്നെ കരുതുക. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചതിന് ശേഷം മാത്രം വേണം നിങ്ങൾ ഏതെങ്കിലും ഒരു PhD കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാനായിട്ട്. കാരണം PhD എൻട്രൻസ് എക്സാമിന് 1ാം റാങ്ക് കിട്ടിയാൽ പോലും ഒരു മികച്ച ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യാൻ ഒരു പക്ഷേ നിങ്ങളെക്കൊണ്ട് സാധ്യമായില്ല എന്ന് വരാം. അപ്പോൾ വലിയ രീതിയിലുള്ള ഡിപ്രഷൻ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഒരുപാട് വെല്ലുവിളികൾക്ക് ശേഷം മാത്രമാണ് എനിക്ക് പ്രബന്ധം പബ്ലിഷ് ചെയ്യാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ PhD പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യാൻ. PhDയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കോഴ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് സംശയമുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്.